മാസ്റ്ററിങ് യുവർ മൈൻഡ് സെറ്റ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ സെറ്റാക്കി വെച്ചാൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവും. അതിനുള്ളൊരു 5 ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്ക് യുവർ കംഫർട്ട് സോണാണ്. നമ്മളെപ്പോഴും ഒരു കംഫർട്ട് സോണിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100% പറയുന്നു നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. നമുക്ക് ഫസ്റ്റ് ബ്രേക്ക് ചെയ്യേണ്ടത് കംഫർട്ട് സോണാണ്. കംഫർട്ട് സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ഫിയർ സോണിലേക്ക് പോകുള്ളൂ. ഫിയർ സോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. ആ പേടിയിൽ നിന്ന് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ലെവലിൽ എത്തുന്ന സക്സസ് സോണിലേക്കാണ്. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക. ഗെറ്റ് ഇൻ ടു ഫിയർ സോൺ. ഫിയർ സോൺ നിങ്ങൾ എന്തായാലും ബ്രേക്ക് ചെയ്യും. മനുഷ്യന്മാരുടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും അത് അവർ ഓവർകം ചെയ്യും. അതാണ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു ബെസ്റ്റ് സ്ട്രെങ്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബിക്കം എ സക്സസ് പേഴ്സൺ. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ. അതിലെ രണ്ടാമത്തെ പോയിന്റാണ് നെറ്റ്വർക്കിംഗ് വിത്ത് യുവർ പർപ്പസ്. നമ്മൾ ഒരുപാട് ആൾക്കാരെ ചുമ്മാ നെറ്റ്വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ട വിഷനിൽ നമുക്ക് നമുക്കൊരു കരിയർ ഗ്രോത്ത് വേണം, അല്ലെങ്കിൽ നമ്മളുടെ ഫീൽഡിൽ നമുക്ക് എക്സ്പേർട്ട് ആവണം, നമുക്കൊരു ജോബ്, നല്ലൊരു ജോബ് കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരിലേക്കാണ് നമ്മൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യേണ്ടത്. ഇഫ് യു ആർ എൻ എഞ്ചിനീയർ, നിങ്ങൾക്ക് നിങ്ങളുടെ സിവിലിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു QS ആണ് കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പോയിട്ട് വല്ല ആർട്ടോ അല്ലെങ്കിൽ എന്താ പറയുക പെയിൻ്റ് അടിക്കുന്ന ആൾക്കാരോ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ട് കാര്യമില്ല. QSൽ എക്സ്പേർട്ട് ആയിട്ടുള്ള QS നെറ്റ്വർക്കുള്ള ആ ഒരു ഫീൽഡിലേക്ക് മാത്രമായിരിക്കണം നിങ്ങൾ പോകേണ്ടതും. അങ്ങനെയുള്ള ഫീൽഡിൽ നിങ്ങൾ പ്രോപ്പർ നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. സോ ചുമ്മാ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ട് കാര്യമില്ല. പർപ്പസ്ഫുള്ളി നമുക്ക് എവിടെ വേണം, ഏത് കരിയറിൽ വേണം, ആ കരിയറിലെ നെറ്റ്വർക്കിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ഗ്രോത്ത് ഉണ്ടാവേണ്ടത്. ആ ഗ്രോത്താണ് നിങ്ങളെ വേറെ ലെവലിലേക്ക് എത്തിക്കുക. അതിൽ മൂന്നാമത്തെ പോയിന്റാണ് നോട്ട് ടു ടേക്ക് തിങ്സ് പേഴ്സണലി. പല ആൾക്കാരും നമ്മളെ പലതും പറയും, പല കാര്യങ്ങളും പറയും. ഈവൻ ഓഫീസിലാണെങ്കിൽ പോലും നമ്മളുടെ അടുത്ത് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ടാവും. നമ്മളെ പറ്റിയിട്ട് വേറെ ആൾക്ക് പോയിട്ട് ഗോസിപ്സ് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ ഇതൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്കൊരു കരിയർ ഗ്രോത്ത് ഒരിക്കലും വരില്ല. 100% വരെയാണ്, ഒരിക്കലും വരില്ല. ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പേഴ്സണലായിട്ട് എടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കരിയറിലേക്കുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ അത് പേഴ്സണലായിട്ട് എടുക്കുകയാണെങ്കിൽ, ബാക്കിയുള്ളവർ പറയുന്നതിൽ നിങ്ങൾക്ക് പേഴ്സണലി ഹേർട്ട് ചെയ്യണമെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമുള്ളൂ, നിങ്ങൾക്ക് ഈഗോ ഉണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് പ്രൂവ് ചെയ്യാൻ നിൽക്കണ്ട. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, അവരുടെ ഇഷ്ടത്തിൽ അങ്ങോട്ട് ജീവിച്ചോട്ടെ. അവർ നിങ്ങളെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുന്നത് അവർ നിങ്ങളെ നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ നോട്ടീസ് ചെയ്യണമെങ്കിൽ യു ആർ ഡൂയിങ് സംതിങ് ഡിഫറെൻറ്റ്. അവർ ചെയ്യുന്ന പോലെ അല്ല ചെയ്യുന്നത്. സോ ഇനി ആരെങ്കിലും നിങ്ങളെ പറ്റിയിട്ട് നെഗറ്റീവോ അല്ലെങ്കിൽ ഗോസിപ്സോ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ പേഴ്സണലായിട്ട് എടുക്കേ വേണ്ട. ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ഓക്കെ, അത് അവരുടെ വഴിക്ക് അങ്ങനെ പോട്ടെ. അവർ പറയുന്നവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളുടെ കരിയറിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അതിൽ മാത്രം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇതിൽ നാലാമത്തെ പോയിന്റാണ് അപ്സ്കിൽ യുവർ സെൽഫ്. നിങ്ങൾക്കൊരു കരിയർ ഗ്രോത്ത് അല്ല, നിങ്ങളുടെ ലൈഫിലോ എന്ത് ഗ്രോത്ത് വേണമെങ്കിലും നിങ്ങൾ ഫസ്റ്റായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലേണിങ്സ് നിങ്ങൾ നിർത്തരുത്. നിങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളിങ്ങനെ എപ്പോഴും അപ്സ്കിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നമ്മൾ എന്താ പറയുക, നമ്മളൊരു ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ആപ്പ് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റഡ് ആയിക്കൊണ്ട് വെക്കും. എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ കറണ്ട് മാർക്കറ്റിൽ അവർക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് എവറി പ്രൊഫഷണൽ, ഏതൊരാളാണെങ്കിലും അവരുടെ കരിയറിൽ അവർക്ക് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, അപ്സ്കിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് ആ പർട്ടിക്കുലർ പോയിന്റിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ മുകളിൽ ഒരാൾ വന്നിട്ട് നമ്മളങ്ങോട്ട് വാനിഷ് ചെയ്യും. സോ ദ തിങ് ഈസ്, നാലാമത്തെ പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് അപ്സ്കിൽ യുവർ സെൽഫ്. എവറി ടൈം എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഹൗ ഐ ക്യാൻ അപ്സ്കിൽ മൈ സെൽഫ്. എൻ്റെ ഇപ്പോഴുള്ള നോളജ് നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ എത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളൊരു മാസ്റ്റർ മൈൻഡ് സെറ്റിൻ്റെ ഉടമയാണ്. ഇതിൽ അഞ്ചാമത്തെ പോയിന്റാണ് ഹെൽപ്പ് അതേഴ്സ്. ഞാനൊരു പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ വേറെ ആളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ വേറെ ആളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും ഒഴിവാക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവർ നമ്മളെ ചവിട്ടി താത്താനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത്. ഓഫ് കോഴ്സ് വി നോ, പ്രൊഫഷണൽ ജോബാണെങ്കിൽ ഏത് ജോബാണെങ്കിലും അതിൽ കോമ്പറ്റീഷൻ ഉണ്ട്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻസ് ഒരാൾ നിങ്ങളെ ചവിട്ടി താത്താനല്ല പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങളിൽ കൂടി നിങ്ങൾക്ക് 5ാമത്തെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. നിങ്ങളുടെ കൂടെയുള്ള കൊളീഗ്സിനെയും നിങ്ങളുടെ മാനേജേഴ്സിനെയും നിങ്ങളുടെ ജൂനിയേഴ്സിനെയൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമാണ് ഹെൽപ്പ് ചെയ്യാൻ പാടുള്ളൂ.
തുടങ്ങിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനും ആൾക്കാരായിട്ടുള്ള റെസ്പെക്റ്റ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ബ്രാൻഡിങ് അവിടെ ബിൽഡ് ചെയ്യാനും പറ്റുള്ളൂ. സോ ഇങ്ങനെ ബ്രാൻഡിങ് ബിൽഡ് ചെയ്യണമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്, നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് മാത്രമാണ് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അത് ഈ വേൾഡിൻ്റെ ഒരു സൈക്കിളാണ്. സോ നിങ്ങൾ നല്ല കാര്യങ്ങളും ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ട് അവരെ ഗ്രോത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ വേൾഡ് ഒരു സൈക്കിൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു ആൾക്കാരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ എത്തിക്കുകയും ചെയ്യും. സോ ജസ്റ്റ് ഗിവ് ആൻഡ് ടേക്ക് ഇറ്റ്. ഓക്കെ, നിങ്ങളിപ്പം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക, ഗ്രോ ചെയ്യുക.